ഓ ഇതാ അവര് വന്നു, നന്ദു വന്നു. ഓ മൈ ഗോഡിന്റെ ഈ എപ്പിസോഡിൽ ഫ്രണ്ടിന്റെ ബർത്ത്ഡേക്ക് അവൾക്കൊപ്പം വീട്ടിലെത്തുകയാണ് പ്രാങ്കിന് വിധേയയാകുന്ന പെൺകുട്ടി. ചെറിയ വിഷയങ്ങളിൽ പെട്ടെന്ന് ദേഷ്യം വരുന്ന പെൺകുട്ടിക്ക് പ്രാങ്ക് കിണിയിൽ നടത്തുന്ന പ്രതികരണം എന്താണെന്ന് കാണാം. അമ്മയ്ക്കറിയാലോ. എങ്ങനെ വന്ന്? ഞങ്ങള് ബൈക്കില് എപ്പ ഇറങ്ങി? കൊറേ സമയമായി. പിന്നെ ഞങ്ങള് ഇവിടെ സ്റ്റുഡിയോയിലൊക്കെ കേറി. അങ്ങനെ ഞാൻ തന്നെ പറഞ്ഞത് നമ്മളെ ചാച്ചനും അവരൊക്കെ വന്ന് അവരൊക്കെ ഉണ്ടായിരുന്നു. അവര് പിന്നെ അവർക്ക് എന്തോ വേറെ എന്തോ ഫംഗ്ഷൻ ഉള്ളത് കൊണ്ട് നേരത്തെ വന്നിട്ട് അങ്ങ് പോയി. അപ്പൊ ഞാൻ പറഞ്ഞു ഇവരെ ശ്രദ്ധിക്കാൻ പറ്റൂല, നിങ്ങൾ കുറച്ച് കഴിഞ്ഞ് വന്നാ മതി. ബന്ധുക്കളൊക്കെ ഉള്ളത് കൊണ്ടേ. നന്ദുവിന്റെ ഫ്രണ്ടാണ്, ഇപ്പോഴത്തെ ബെസ്റ്റ് ഫ്രണ്ട്. ഇപ്പൊ ഞാനല്ല. വർക്ക് ചെയ്യുന്നു? അവൾ എന്റെ കൂടെ ആയിരുന്നു. ഇപ്പൊ റിസൈൻ വെച്ചു. കല്യാണം ഉണ്ട് അടുത്ത മാസം. എവിടെയാ കൊണ്ടുവന്നേ? കോട്ടയം. ഞാൻ ജ്യൂസ് എടുക്കാം. എടുത്തു. സംസാരിക്കേ. പിന്നെ നമ്മുടെ പഴയ ഫ്രണ്ട്സ് ഒക്കെ വിളിക്കാറുണ്ടോ? നമ്മള് കഥകളൊക്കെ പറഞ്ഞു കൊടുക്കോ? അതെ, ഇപ്പൊ തന്നെ പറയാൻ ഇഷ്ടം പോലെ കഥയുള്ളതുകൊണ്ട് പഴയ കഥ പറയാനുള്ള സമയം. ജോലിയൊക്കെ എങ്ങനെയുണ്ട്? റിസൈൻ വെച്ചു. കല്യാണം ഇവിടെ കോട്ടയത്തോട്ടല്ലേ? കുടിക്കോളെ. വീട്ടിലാരൊക്കെ ഉണ്ടടാ? നമുക്ക് വേണോ ജ്യൂസ്? അമ്മ, അച്ഛൻ 2, അപ്പൂപ്പനുണ്ട്. അച്ഛപ്പ വരും. അപ്പൊ വരും. അപ്പൂപ്പ അതിനകത്ത് സുഖമില്ല, അതുകൊണ്ട് ഇവിടെ കിടക്കും. അല്ലെങ്കിൽ ഇറങ്ങിയാലും ആള് പ്രശ്നക്കാരനാ. ലക്ഷ്മി അച്ഛൻ വന്നു. കഥയൊക്കെ തോന്നിട്ടേ. ഇല്ലേട്ടാ, ഞാൻ ഇപ്പൊ അവിടുന്ന് ഡെപ്യൂട്ടേഷനിലോട്ട് വന്നതാ. ഇല്ല ഞാൻ ISR ISRലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് മണ്ണൂത്തിലോട്ട് പോയി. മറ്റേ കിഴങ്ങ് വിക്ഷേപണ കേന്ദ്രം. കിഴങ്ങെന്നല്ല, കിഴങ്ങ്. ഇപ്പോൾ അവിടെ നിന്ന് ഡെപ്യൂട്ടേഷനോട് ഇപ്പം കയർഫണ്ട്. കയർഫണ്ടിലോ. ശരി ഞാൻ വിളിക്കാം. ശരി. അച്ഛൻ നന്ദു. നന്ദു മോളെ മുപ്പം വന്നേ. മോളെ എനിക്ക് അറിയാം. പിന്നെ ഇതൊക്കെ ഒന്ന് പരിപാടി. എനിക്കറിയാമല്ലോ. ഞാൻ എന്താ കണ്ടോ പറഞ്ഞിട്ട് പോയ വീട്ടിൽ. എന്താ ലക്ഷ്മി എന്താ പറഞ്ഞിട്ട് പോയി? ഈ വീട്ടിൽ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ നിന്ന് മാമൻ പോയ ശേഷം എത്ര നാളായി ഞാൻ പറഞ്ഞു ഈ പരിപാടി ഒന്നും വേണ്ടെന്ന്. ഇത് ആര് വാങ്ങിയതാ? ഇവിടെ നിങ്ങൾ കാശ് വിടുന്ന? ഞാൻ കൊടുത്തതാ. ശരി. അച്ഛൻ പറഞ്ഞു, അച്ഛന് ഇഷ്ടം, അച്ഛനാ പറഞ്ഞിട്ടാ ഞാൻ ചെയ്തത്. പിന്നെ അല്ലെങ്കിലും നിങ്ങൾ ഇല്ലാതാക്കുന്നത് നിന്റെ അച്ഛനാണല്ലോ. അച്ഛൻ പറഞ്ഞു ഈ ബർത്ത്ഡേ എന്തായാലും സെലിബ്രേറ്റ് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. കുട്ടി പേരെന്തോ? അനിമ. ഈ ആവശ്യമില്ലാത്ത ആൾക്കാരെ വീട്ടിൽ വിളിച്ച് ഇപ്പൊ ഒരു ഫംഗ്ഷൻ വേണ്ടാന്ന് ഞാൻ എത്ര പ്രാവശ്യം. നന്ദുവിന്റെ ഫ്രണ്ടാണ്. കേട്ടാ, നന്ദു എനിക്കറിയാം. ഞാൻ ചോദിച്ചത് നന്ദു എനിക്ക് എന്നെ എങ്ങനെയാണ് കാണുന്നത് അതുപോലെയാണ് ഇപ്പൊ നന്ദുവിനത്. ഞാൻ നിന്റെ പലപ്പോഴായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞാൽ അതിനപ്പുറം ഇവിടുന്ന് പോകരുത് പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ 3-4 ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഞാൻ ഒരു പ്രാവശ്യം ഡെപ്യൂട്ടേഷൻ വാങ്ങി ഞാൻ ഇങ്ങോട്ട് വരണത്. അതറിയാമല്ലോ. ഒരിടത്തോട്ട് മാറട്ടെ. ഈ പരിപാടി വേണ്ടാന്ന് ഞാൻ പറഞ്ഞു തന്നല്ലേ. നല്ല ദിവസമായിട്ട് കൊച്ചിനെ വേദനിപ്പിക്കാതല്ല ലക്ഷ്മി. ഞാൻ നിന്നെ എത്ര പ്രാവശ്യം പറഞ്ഞതാ ഇങ്ങനത്തെ ഫംഗ്ഷൻ ഒന്നും വേണ്ടാന്ന് എത്ര പ്രാവശ്യം പറഞ്ഞതാ. അതിന് വലിയ ഫംഗ്ഷനൊന്നും ഇല്ലല്ലോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മണ്ണൂത്തിൽ ഞാൻ ഈ കിഴങ്ങ് വിക്ഷേപണ കേന്ദ്രത്തിൽ ജോലി വന്നപ്പോൾ അവിടെ കൊണ്ടുവന്ന കിഴങ്ങ് കഴിച്ച് ഈ ദിവസങ്ങൾ നമുക്കറിയാലോ. നമ്മൾ എന്ന് വെച്ചിട്ട് ബർത്ത്ഡേക്ക് ആഘോഷിക്കണ്ടേ? എനിക്ക് അവിടെ വരുന്ന 8 പേര് എന്നെ കിഴങ്ങെന്ന് വിളിക്കുന്ന ഓരോരുത്തർ. ഞാൻ അങ്ങനെ അവിടെ നിന്ന് എടുത്തോണ്ട് വരുന്നു. മോളെ സോറി കേട്ടോ, വേറെ ഒന്നും വിചാരിക്കില്ലേ. മോള് ലഡു എടുത്തു കൊടുത്തേ അവർക്ക്. കൊടുക്കും. വെള്ളം എടുത്ത് കൊടുക്കും. വെള്ളം കൊടുത്തു, കുടിച്ചു. ജ്യൂസ് കൊടുത്തു. ചേട്ടന് വേണോ ജ്യൂസ്? എനിക്ക് ചൂടുവെള്ളം തന്നെ വല്ല ബുദ്ധിമുട്ടുണ്ടോ? കഴിച്ചോടാ, കഴിക്കടാ. ഇല്ല, അച്ഛൻ ചുമ്മാ പറഞ്ഞു. അച്ഛനെ എന്നെ അമ്മയാണ് വഴക്ക് പറഞ്ഞത്. നിങ്ങളെ ഒന്നും പല നന്ദുവിനെ അറിയാം. ഇത് കൊച്ചിലോട്ട് അച്ഛാ വേണ്ട, ഞാൻ കഴിച്ചോളാം. കൂട്ടും ചൂടുവെള്ളം എടുത്തോട്ട് വാ. ചൂടുവെള്ളം കൊണ്ടുവാ. ചൂടുവെള്ളം മരുന്ന് കൊടുത്തു. രാവിലെ കൊടുത്തു. മരുന്ന് കൊടുത്തോ? അല്ലെങ്കിൽ ഇനി ഞാൻ വൈകിട്ട് അതിനെ വൈകുന്നു പോകണം. ഇതെടുത്ത് മാറ്റണ്ട. വേണ്ട, മാറ്റില്ലേ. അയ്യോ ഭയങ്കര ചുമ, എത്ര നാളുകൊണ്ട് തുടങ്ങി. ഇനി അത് മാറ്റി. അപ്പൂപ്പ നന്ദു വന്നിരിക്കുന്നു. അറിയോ എന്നെ?
എപ്പോ വന്ന്? ഇപ്പൊ വന്നുള്ളൂ. അയ്യോ മക്കളെ. നന്ദനെ വിശേഷം എന്തൊന്നു? വീട്ടുകാർ സുഖമായിട്ടിരിക്കുന്ന? സുഖമായിട്ടിരിക്കുന്നു. വേറെ വിശേഷം? വേറെ ഒന്നുമില്ല. ഡ്യൂട്ടി ഉണ്ട്, ഇത് കഴിഞ്ഞിട്ട് പോണം. എപ്പോ? 2 മണിക്ക്. ഓ മണി എത്രയായി? 1 മണി ആവാറായി. ഒറ്റയാവുന്ന എവിടെ കൂടെ വരാത്തുന്നത്? അല്ല ഉണ്ട്. ആരുണ്ട്? നമ്മളെ പേര് പറ. അനിമ. അതായത് ഇത് എന്റെ ഇവിടുത്തെ ഫ്രണ്ടാ. പുറത്തുനിന്ന് ആരെയും കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞല്ലേ? അല്ല, ഞാൻ പറഞ്ഞില്ലായിരുന്നോ എന്റെ ഫ്രണ്ട് ഉണ്ടാവും ഞാൻ പറഞ്ഞിരുന്നു. അടുത്ത് വന്ന് അച്ഛൻ പറഞ്ഞിട്ടല്ലേ കേക്കൊക്കെ മേടിച്ചത്? ഓ ബന്ധുക്കളെ മാത്രം, നമ്മളെ ആൾക്കാർ മാത്രം അറിയണം. എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. പറയാൻ ഇപ്പം പുറത്തുനിന്ന് ആൾ വന്നിരിക്കുമ്പോൾ ഞാൻ എങ്ങനെ സംസാരിക്കും? നമ്മുടെ നന്ദൂന്റെ ഫ്രണ്ടാ എന്ന് പറഞ്ഞ് നന്ദുവിനെ പോലെ അല്ലേ അച്ഛാ? അതെങ്ങനെയാവും? എന്തായാലും ഞാൻ പറയാൻ വന്നത് ഞാൻ പറയാം. തിരുവനന്തപുരത്ത് ആ 22 സെൻറ്റും വീടും ഞാൻ എൻ്റെ മോന് കൊടുക്കാൻ പോവാണ്. കേളോ, നിനക്ക് കെയർ ഫെഡിൽ നിന്ന് കിട്ടണ പൈസയും ഇത് വെച്ചിട്ട് നീ ഒരു 5 സെൻറ്റ് ഇവിടെ എവിടെയെങ്കിലും വാങ്ങിച്ച് അവളെയും കെട്ടിച്ച് നിൽക്കും. മോളെ കല്യാണം ആകുന്ന സമയത്ത് ഞാൻ ഒരു തുക തരും. ആർക്ക്? അപ്പോളെ നിങ്ങൾ വേണോ? ഞാൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു തുക തരും. അച്ഛൻ ഒരു കാര്യം ചോദിക്കട്ടെ? നിങ്ങളെ മോക്ക് ഞാൻ അവളെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? ഇത്രയും കാലമായിട്ട് ഒരു 10 രൂപയുടെ ചെയ്തിട്ടുണ്ട്. നിങ്ങളിത് കാശം ചോദിക്കണം. നിങ്ങളിത് പറയുന്നുണ്ട്. എല്ലാം മകൻ മാത്രം കൊടുത്തോണ്ടിരുന്ന. അച്ഛൻ്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ. അച്ഛൻ്റെ ഇഷ്ടം എന്നെ കൊണ്ട് പുറത്തുനിന്ന് ആൾ, ഞാൻ അതാണ് പറഞ്ഞത്, പുറത്തുനിന്നുള്ള ആൾക്കാർ വന്നാൽ ഇതൊന്നും സംസാരിക്കാൻ പറ്റൂല. നീ ഇനി എന്ത് പറഞ്ഞാൽ ആ സ്ഥലം ഞാൻ എൻ്റെ മോന് കൊടുക്കും. അച്ഛാ പിന്നെ സംസാരിക്കാമല്ലോ ഇതൊക്കെ. ബർത്ത്ഡേ ആയിട്ട് ഇതിപ്പോൾ പുറത്തുനിന്ന് ആര് വന്നതിപ്പം? പേര് പറഞ്ഞോട്ട് ഉച്ചത്തിൽ പറഞ്ഞോളൂ. രവിക്ക് കയറിയ പ്രശ്നം അല്ലെങ്കിൽ അന്ന് കിടന്നു. അനിമ. നീ എവിടെ താമസം? മലപ്പുറത്ത്. ഇത് പിന്നെ ഏത്? എന്താ ഇത് പിന്നെ ഏത്? ഇത് മലപ്പുറം തന്നെ അച്ഛാ. പിന്നെ മലപ്പുറത്ത് നിന്ന് എന്നെ കളിയാക്കുന്ന? ഞാൻ പ്രോപ്പർ മലപ്പുറത്താണ് താമസിക്കുന്നത്. റാപ്പർ മലപ്പുറം എവിടെ? മുണ്ടുപറമ്പില്. മുണ്ടുപറമ്പിൽ എവിടെ? മുണ്ടുപറമ്പില് കോളേജിന്റെ അടുത്ത്. ഇപ്പുറത്തേടാ അപ്പുറത്തേടാ? ഇപ്പറ സൈഡ്. അച്ഛൻ്റെ പേരെന്തോ? ഉണ്ണികൃഷ്ണൻ. യാതുണ്ണി? എൻ്റെ അച്ഛൻ എന്തോ ജോലി എന്തോ? മൃഗസംരക്ഷണ വകുപ്പിലായിരുന്നു. മറ്റേ ഈ പട്ടിയും പൂച്ചയൊക്കെ നോക്കുന്നല്ലേ ആ വകുപ്പ്. ഇതിനെയൊക്കെ കൊണ്ടാണ് നന്ദ വരുന്നത്. അതിനിപ്പോ എന്താ അച്ഛാ? നമ്മളെ ഇതിനൊന്നും ചേർന്ന ഒരു ആളിനല്ല ഞാൻ. അതാണ് പറഞ്ഞത്, ഇങ്ങനെയുള്ള ടീമുകളെ ഈ വീട്ടിൽ അടുപ്പിക്കാൻ കൊള്ളൂല. പറഞ്ഞു മനസ്സിലായോ? നമ്മൾ കുടുംബപരമായ ഒരു കാര്യം പറയുമ്പോൾ ഈ ബാച്ചുകളെയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാർ മുമ്പ് വെച്ച് നമ്മളെ കുടുംബകാര്യം എങ്ങനെ പറയും? ആളത് വീട്ടിൽ വന്നില്ലേ? ആവശ്യമില്ലാതെ സംസാരമൊന്നും വേണ്ട. വീട്ടിൽ വന്ന് കയറി പോയെന്ന് പറഞ്ഞാൽ അതുപോലെ അങ്ങ് ഇറങ്ങി പോകാലോ. നിങ്ങള് വിളിച്ചിട്ടല്ലേ വന്നത്? നിങ്ങൾ വിളിച്ചു? ഞാൻ വിളിച്ചാ അച്ഛാ ഇത് ആരടുത്ത് സംസാരിക്കുന്നേ അച്ഛാ? നന്ദുവിന്റെ അടുത്താണ് അപ്പു. നന്ദുവാ ഞാൻ വിചാരിച്ചു മറ്റേ കുട്ടിയാണ്. മോളെ ഈ വിളിച്ച ഉടനെ അങ്ങനെ കയറി പോകരുത് കേട്ടോ അവിടുന്ന്. ഓ വിഷമായ? ഇല്ല. എൻ്റെ സ്വത്ത് മോള് കേട്ടോ? കേൾക്കുന്നുണ്ട്. എൻ്റെ സ്വത്ത് ആർക്ക് കൊടുക്കണമെന്ന് ഞാനല്ലേ തീരുമാനിക്കേണ്ടത്? ഇവനാണോ തീരുമാനിക്കുന്നത്? അതിപ്പോ ഞാൻ പറയുന്നതിനനുസരിച്ചല്ലല്ലോ തീരുമാനം മാറ്റാൻ പോകുന്നു. അല്ല മോളൊരു അഭിപ്രായം പറ. എന്തായാലും വന്നു കയറിയില്ലേ? വിളിക്കാത്തൊരു കാര്യത്തിന് വന്നിരിക്കുന്നു. അതെ, അപ്പൊ പിന്നെ ഞാൻ അഭിപ്രായം പറയുന്നതിൽ കാര്യമില്ല. അല്ല അത് വന്ന സ്ഥിതിക്ക് ഇതിനകത്ത് കയറിയ സ്ഥിതിക്ക് അഭിപ്രായം പറയണം. ഞാൻ അഭിപ്രായം പറയണോ വേണ്ട? അന്ന സ്ഥിതിക്ക് അത് പറ. ഞാൻ അഭിപ്രായം പറയണോ വേണ്ട? എന്താ പിന്നെ അഭിപ്രായം പറയാ? മോളെ അഭിപ്രായം പറഞ്ഞു. എനിക്ക് അഭിപ്രായമൊന്നുമില്ല. നിങ്ങളെ എന്താ അഭിപ്രായം ഇല്ലാതെ? എന്റെ സ്ഥലമല്ലല്ലോ. എൻ്റെ സ്ഥലമല്ല എന്ന് പറഞ്ഞിട്ട് നിനക്ക് അഭിപ്രായം ഇവിടെ? എന്റെ സ്ഥലമാണെങ്കിലല്ലേ ഞാൻ അഭിപ്രായം പറയേണ്ടുള്ളൂ. നിന്റെ ഉണ്ണി എന്ന് പറയുന്നത് നിന്റെ അച്ഛൻ്റെ സ്ഥലം. നിനക്ക് തന്നെ നിങ്ങൾ എത്ര പേര്? ഞങ്ങള് രണ്ടാള്. മൂത്ത ആളാണ് അത്? അല്ല, താഴെ. പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ? പെൺകുട്ടി. ആ ഈ ഉണ്ണി എന്ന് പറയുന്നത് നിന്റെ അച്ഛൻ തീരുമാനിക്കുന്നു നിനക്ക് തരണ്ട, നിന്റെ പെങ്ങൾക്ക് കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ നീ സമ്മതിക്കുമോ? സമ്മതിക്കും. അതെന്തുകൊണ്ട്? എന്റെ തന്തയല്ലേ പറയുന്നേ, വേറെ ആരുടെ അല്ലല്ലോ. അതെങ്ങനെ സമ്മതിക്കും? ഇത് സമ്മതിക്കുക? എനിക്ക് കുഴപ്പമില്ല. അപ്പൊ പിന്നെ എന്താ പ്രശ്നം? അല്ല ഞാൻ നിങ്ങൾ പോകാൻ കഴിഞ്ഞ് പോകില്ലേ? ആ പോകും. ഹസ്ബൻഡ് എന്നെ പോലെ ആണെങ്കിലോ?
അങ്ങനെയാണെങ്കിൽ കെട്ടൂല. ആരെ കിട്ടും? ഇതെല്ലാം നോക്കി കെട്ടാൻ പറ്റുമോ? അതെങ്ങനെ കെട്ടാൻ പറ്റും? പ്രേമിച്ചായിട്ട് അങ്ങനെ പ്രേമിച്ചോ? ആണ്ടേ അങ്ങനെയാണ് നട്ടലുള്ള പെൺകുട്ടി. ഈ കാലത്ത് പെൺകുട്ടികൾ ഇതാണ്. കാരണം ഇത് അങ്ങനെ വല്ലതും അടുത്തുണ്ടോ? നമ്മൾ അനുഭവിക്കുന്നെന്നും പറഞ്ഞ് ഇപ്പോഴത്തെ മക്കൾ അനുഭവിക്കൂല. അതിന് ഒരു കാര്യം ചോദിച്ചിട്ട്, നിങ്ങൾ കല്യാണം കഴിഞ്ഞ് നിങ്ങൾ ഒരു കുട്ടിയായി, പെൺകുട്ടി ആയി, എന്നാലും നിങ്ങൾ സൗകര്യം കൊടുക്കാൻ പറയല്ലോ, കൊടുക്കാൻ പറയും. അത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ്, ഈ ലോകത്ത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം എന്റെ കാണുന്നത്. പിള്ളേരെ നോക്കേണ്ടത് ഞാനാണ്, അല്ലാണ്ട് എന്റെ അച്ഛനല്ല. അരെ അത്രേ ഉള്ളൂ. അപ്പൊ ഈ കല്യാണം ഇപ്പം കല്യാണം കഴിയുമ്പോൾ ഒരു ശ്രീധരം വാങ്ങിക്കൊണ്ട് പോകില്ല. അല്ല ഞാൻ പറയട്ടെ രജിസ്റ്റർ മാരേജ് ഇതൊക്കെ ഗിന്നസ് ബുക്കിൽ റെക്കോർഡ് ചെയ്യാനുള്ള സംഭവം. നിങ്ങൾക്ക് ഇത്രയും നാക്കുള്ളതുകൊണ്ടാണ്. കിട്ടുമെന്നറിയില്ല. ഗിന്നസ് ബുക്കിൽ കൊടുക്കുന്നുണ്ട്, കിട്ടുമെന്നറിയില്ല. അല്ല അത് കൊടുക്കണം. നീ വരുന്നുണ്ടോ? ഇത് ഞാൻ പറയട്ടെ, ഇത് നീ പറഞ്ഞല്ലോ. അച്ഛൻ ചോദിച്ചിട്ട് മറുപടി പറഞ്ഞു. മറുപടി വന്നിട്ട് ഞാൻ പോയാ. പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ അതിന് മറുപടി പറഞ്ഞു. ഈ സ്ഥലം അതായത് തിരുവനന്തപുരത്തുള്ള എൻ്റെ സ്ഥലം ഞാൻ ആർക്ക് കൊടുക്കണമെന്ന് ഞാനല്ലേ തീരുമാനിക്കേണ്ടത്. അത് നടക്കൂല. അത് അച്ഛൻ്റെ ഇപ്പോഴും നടക്കൂല. അത് ഇവിടെ എന്നോട് ഞാൻ അച്ഛൻ്റെ പലപ്പാടുമായിട്ടുണ്ട്. മോളെ കറിയുമ്പോൾ എന്നോട് സംസാരിക്കരുത്. വയസ്സായിപ്പോയി. ഒരു സമയത്ത് ഇപ്പൊ ആലോചിക്കണ കയർപ്പെട്ടി ജോലിയിട്ട് നല്ലത്. ഇനി അവിടുന്ന് ഒരു മോനെ കയറുണ്ടോ ഞാൻ കെട്ടി തൂക്കും. ഇങ്ങനെ സഹിക്കുന്ന എനിക്കുണ്ടല്ലേ. വന്ന അറിയാ കുട്ടി എവിടെ? മോളെ ഉണ്ണി നിനക്ക് തരാത്ത നിനക്ക് വിഷമമുണ്ടോ? ഇപ്പൊ എന്റെ വീട്ടിലെ കാര്യം ഇവിടെ പറയേണ്ട ആവശ്യം അല്ല, എനിക്കറിയാം. അത് പറ. എന്റെ വീട്ടിലെ കാര്യം പറയാൻ എനിക്ക് തൽക്കാലം പറ്റുന്നില്ല. ഇല്ല, അത് പറയാതെ പോകാൻ പറ്റില്ല. ഉണ്ണി നിനക്ക് തരുന്നില്ല, നിന്റെ പെങ്ങൾക്കാണ് കൊടുക്കുന്നത്. അതിൽ നിനക്ക് വിഷമമുണ്ടോ എന്നാണ് ചോദിച്ചത്. ഉണ്ടോ? ആളില്ലേ? പോയാ ഉണ്ടുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് ആ കുട്ടിയുടെ അന്തം വിട്ടിരിക്കുക. റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ ഒരു തവണ പറഞ്ഞു, ഇനി ഞാൻ പറയൂല. എന്താ നേരത്തെ ഒരു തവണ എന്താ പറഞ്ഞത്? എനിക്ക് കുഴപ്പമില്ല എന്നല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്. ഇനിയും ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം മാറുമോ? അതെന്ത് കുഴപ്പമില്ലാത്തതാണ് ഞാൻ ചോദിക്കുന്നത്. അത് ഞാൻ കാശ് ഉണ്ടാക്കി വാങ്ങിച്ച സ്ഥലമല്ല, അതുകൊണ്ട് തന്നെ. എങ്ങനെ? അതെന്റെ അച്ഛൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ്. അപ്പൊ അച്ഛൻ ഇഷ്ടമുള്ള ആൾക്ക് കൊടുക്കാം. അങ്ങനെ കൊടുക്കാൻ പറ്റുന്നത്? എന്താ ഇല്ല, ഞാൻ വാങ്ങിക്കും. ഇല്ലില്ല, ഉണ്ണിയെ ഞാൻ അടിക്കും. അങ്ങനെ പറഞ്ഞാൽ ഞാൻ വീട്ടിൽ വന്ന് ഉണ്ണിയെ അടിക്കും. പറഞ്ഞു മനസ്സിലായോ? അല്ലല്ല, ഞാൻ അടിക്കും. ഈ കോളേജിന്റെ ഇപ്പറല്ലേ, ഇപ്പൊ അവന് ജോലി ഉണ്ടോ ഇല്ലയോ? ഇല്ല. എന്തൊരു പെൻഷൻ പറ്റിയോ? പറ്റി. പറ്റിയിട്ട് ഇപ്പൊ എന്താ ചെയ്യുന്നവൻ? വെറുതെ വീട്ടിലിരിക്കുന്നു. വെറുതെ വീട്ടിൽ ഇതാണ് ഒരു വിഷയം. ഓരോ ജോലിക്കും പോവാതെ വെറുതെ കുത്തി. അല്ല, ഞാൻ പറയണം, ഓരോരുത്തരെ എന്തെല്ലാം ജോലി ചെയ്യാം. പെൻഷൻ പറ്റിക്കഴിഞ്ഞാൽ എത്ര ആൾക്കാർ എന്തെല്ലാം ജോലി ചെയ്യുന്ന അന്തസ്സോടെ. എത്ര പെൻഷൻ പറ്റിട്ട് മോളെ? എണ്ണാൻ പറ്റിയില്ല, എണ്ണീട്ട് പറയാം. പിന്നെ ഒരു മോക്കറിഞ്ഞൂടെ? എന്റെ അച്ഛൻ പെൻഷൻ പറ്റിയിട്ട് ഇപ്പൊ 1 വർഷം കഴിഞ്ഞു. ഒരു വർഷമായിട്ട് ഒരു പണിക്കും വേറെ ഒരു പണിക്ക് നോക്കിയില്ലേ? ഇല്ല, നോക്കിയിട്ടില്ല. എന്ത് നോക്കാത്തത്? അത് നോക്കേണ്ട ആവശ്യം എന്താ? ഇത്രയും കാലം കഷ്ടപ്പെട്ട് പണിയെടുത്തല്ലേ. പിന്നെ ഇനിയിപ്പോ വീണ്ടും പണിക്ക് പോകണം. എന്തിനാ? ഞങ്ങൾ 2 മക്കൾക്കും ജോലിയുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് നോക്കാൻ അറിയാം ഞങ്ങളുടെ അച്ഛനെ അമ്മേനെ. പക്ഷെ അന്തസ്സുള്ള ആളാണ് ഉണ്ണി എന്നുണ്ടെങ്കിൽ, നല്ല സംസ്കാരമുള്ള ആളാണെന്നുണ്ടെങ്കിൽ അന്തത്തോടെ വേറെ ജോലിക്ക് പോവായിരുന്നു. കുറച്ച് കുറവാ. അപ്പൂപ്പൻ എന്താ ജോലി ഇപ്പോ? എനിക്ക് നിവൃത്തിയില്ല. എന്റെ അച്ഛന് നിവൃത്തിയില്ല. അപ്പൊ എന്തുപറ്റി? ആരോഗ്യത്തോടെ ഇരിക്കുന്നവര് ആരോഗ്യക്കുറവുണ്ട്. ഒരു ആരോഗ്യക്കുറവ് ഉണ്ണിക്ക് ഉണ്ടാവാൻ സാധ്യത. അത് അപ്പൂപ്പനാണോ തീരുമാനിക്കുന്നത് എന്റെ അച്ഛന് ആരോഗ്യക്കുറവുണ്ടോ ഇല്ല? എനിക്കറിയാം. അപ്പൂപ്പൻ അറിയാമെങ്കിൽ കുഴപ്പമില്ല. എന്നാ പിന്നെ ഓക്കെ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ മക്കള് കൊണ്ടുവരുന്നതും തിന്നോണ്ട് വെറുതെ കുത്തിയടിച്ച് വീട്ടിലിരിക്കാതെ 28 കൊല്ലം ഞാൻ എന്റെ അച്ഛൻ കൊണ്ടുവന്നത് തിന്നോണ്ട് വീട്ടിൽ കുത്തിയിരുന്നാണ്. അപ്പൊ പിന്നെ കുറച്ചാലും എന്റെ അച്ഛൻ ഞാൻ കൊണ്ടുവരുന്നത് തിന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ തിന്നെ അപന്യം വേണ്ടേ? ഒരാവശ്യമില്ല. കൈയും വായും ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് തിന്നാം. ചുമ്മാ എടുത്ത് തിന്നുന്നതിനൊരു ഇത് വേണ്ടേ? ചുമ്മാ മക്കൾ വല്ല കറിയും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അവിടെ. മോളെ പറയുന്നതിന് ഒരു തെറ്റൂടെ ഉണ്ട് കേട്ടോ. ഞാൻ ഇന്നും ജോലി ചെയ്തിട്ടാ ജീവിക്കുന്നത്. പറഞ്ഞു മനസ്സിലായോ? നാണമില്ലാത്തവനാ ഇതൊക്കെ. ഇങ്ങനെ ഈ ജോലിക്കും കൂലിക്കും പോവാതെ മക്കൾ കൊണ്ടുവന്നതും തിന്നോണ്ടിരിക്കണതൊക്കെ നാണമില്ലാത്തവൻ. നട്ടലുള്ള മക്കളുണ്ടെങ്കിലേ അപ്പനെ അമ്മേനെ നോക്കാൻ അറിയാവുന്നോണ്ട്, അല്ലാണ്ട് നാണമുള്ള കൊണ്ടല്ല. മക്കൾക്ക് നട്ടലാണ്, പക്ഷെ നിന്റെ അച്ഛന് നട്ടലില്ല. അതാണ് വിഷയം. പിന്നല്ലാതെ ചോദിക്കുന്നത് മോളെ അച്ഛന് നട്ടല്ലുണ്ടായിരുന്നു എങ്കിൽ മൂത്തവക്ക് എഴുതി കൊടുക്കാതെ ഇളയവക്ക് എഴുതി കൊടുക്കൂല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്റെ അച്ഛന് ഇപ്പൊ എഴുതി കൊടുത്തു നിങ്ങളോട് ആരാ പറഞ്ഞത്? അല്ല, എഴുതി കൊടുത്തുന്നില്ലേ പറഞ്ഞത്? നിങ്ങൾ തന്നെയല്ലേ ഇതെല്ലാം പറയുന്നത്. നീ വരുന്നുണ്ടോ? എന്നെ ഇവിടെ പിടിച്ചോണ്ടിരുന്നത് എന്നെ കൊണ്ട് വീട്ടിൽ അപ്പുറം ആൾക്കാരെ കൊണ്ട് നടക്കിട്ട് ഉണ്ടാക്കരുത്.
ലക്ഷ്മി ഓ എൻ്റെ ഇവിടെ ഇരുന്ന ഒരു പേഴ്സ് എന്ത് ചെയ്തേ? ഏ പേഴ്സ് ആ പേഴ്സ് എന്ത് ചെയ്തെന്ന് വിളിച്ചത്? അവിടെ ഇരിപ്പുണ്ട്. അതിനകത്ത് എൻ്റെ മാല ഉണ്ടായിരുന്നു. മാല കാണാനില്ല. മാലയും ഇല്ല, പേഴ്സും ഇല്ല. അത് അവിടെ ഇരിപ്പുണ്ട്. എവിടെ മാല കാണാനില്ലാതെ എവിടെ പോയി? ഏയ് അത് രണ്ടാമത്തെ സാധനം നിന്റെ ഏതൊക്കെ സാധനത്തില്ല? അത് ആ റൂമിൽ കാണും. നീ ഇന്ന് രാവിലെ അത് ഞാൻ കാണിച്ചു നിങ്ങൾ ഇങ്ങോട്ട് വന്നാണ്. അത് റൂമിൽ കാണുവാ. നീ ഇന്ന് രാവിലെ കഴുത്തിട്ടിരുന്നല്ലോ അത്. നന്ദന എവിടെ പോയി? നന്ദന ദാ നിക്കുന്നു. നന്ദന കണ്ടല്ലേ സമാനായി. മാല ഇട്ടിരുന്നിട്ടുണ്ടോ? രാവിലെ മാല എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ഉണ്ടായോ? ഇപ്പൊ അത് കാണാനില്ല. ഞാൻ ഓർമ്മയില്ല. മോളും അല്ലേ എടുത്ത നമ്മളെ? അവൾക്ക് എന്തിനാ ഇവളുടെ മാല? പറയാൻ പറ്റൂല. അതാണ് പുറത്തുള്ള ആൾക്കാരെ കൊണ്ടുവരുന്നത്. മറ്റേ ഞാനല്ലായിരുന്നു അത് ഇട്ട് തന്നത്. എൻ്റെ മാല കിട്ടി. അത് അവിടെ ഇരിപ്പുണ്ട് തുണി കിടക്കണം. അല്ല ഇത് ഞാനത് ഇട്ട് തന്നു. ഡ്രസ്സൊക്കെ ചെയ്തു ഇതായപ്പോഴും ഞാനാണ് ഇത് ഇട്ട് കൊടുത്തത്. മോളല്ലേ എടുത്തായിരുന്നു തന്നെ ഞാൻ പറഞ്ഞില്ലേ? പുറത്തുനിന്നുള്ള ആൾക്കാരെ ഇവിടെ എവിടെയെങ്കിലും വീട് കേക്ക് മുറിക്കുന്നതിന് മുമ്പ് ഇത് മാല എടുത്ത് എവിടെ കൊണ്ടുവച്ചെന്ന് ചോദിച്ചു. മാല എടുത്തോ? എനിക്ക് എന്തിനാ മാല? പിന്നെ ഇപ്പൊ അല്ലേ കുട്ടികൾ പറഞ്ഞ മാല എടുത്തെന്ന്? പിന്നെ ഞാൻ എടുത്തു നോക്കിയപ്പോ പിന്നെ ഞാൻ എന്താ പറയണ്ടേ? നിങ്ങൾ എടുത്തല്ലേ പറഞ്ഞത്? എന്റെ മോളെ ഞാൻ കഷ്ടപ്പെട്ട് വാങ്ങിയ മാലയാണ് അതേ കൊടുത്തേ. എടാ നീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആനം കെട്ട് ഞാൻ അവിടുന്ന് ഇവിടെ വന്നിരുന്നു. ഇവിടുന്ന് ഞാൻ എണീറ്റിട്ട് പോലുമില്ല. പിന്നെ ഞാൻ എങ്ങോട്ട് എടുക്കാനാ? പിന്നെ അങ്ങ് ചോദിച്ചോണ്ട് ഞാൻ എന്താ പറയുന്നേ? എന്റെ സ്വഭാവം മാറ്റിയിരുന്നു നിങ്ങൾ കേട്ടോ. എടുത്തില്ലെന്ന് പറയണം. ഇത് എടുത്തെന്ന് പറഞ്ഞല്ലേ? എവിടെയാണ് വെച്ചേക്കത്തെ എടുത്തു കൊടു. മാനം കെട്ട് എടുത്തോളൂ. ഗ്യാസ് പഴക്കുന്നുണ്ട്. അച്ഛൻ വരേക്ക് അത് കൊടുക്കട്ടെ. പിന്നെ അത് എടുത്തു കൊടു. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് മാറി തരാം. നീ ഇപ്പൊ അങ്ങനെ പ്രശ്നമാണെങ്കിൽ നമ്മൾ മാനം കെട്ട് ഇടപാട്. ഇതൊക്കെ. ഒരു വീട്ടിൽ വരുമ്പോ ഇത് എനിക്ക് നീ വരുന്നുണ്ടോ? പോയിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ എടുത്ത് അല്ലെങ്കിൽ ഇങ്ങനെ പോകില്ലല്ലോ. എടാ നീ എടുത്തിട്ടുണ്ടെങ്കിൽ അതങ്ങ് പറയടാ. ഞാൻ എന്റെ പൊന്നു പോലെ ഞാൻ ഇവിടെ വന്നിരിക്കുന്നല്ലേ നീ കണ്ടത്? എനിക്കെന്തിനാ നിന്റെ മാല? പിന്നെ മോളെന്ത് പുറത്തോട്ട് പോവാനായിട്ടൊക്കെ പലപ്പോഴും നിന്നെന്ത്. ഓ എനിക്ക് ഇവിടെ ഇരുന്നൊരു ദേഷ്യം വന്നിട്ട് ഇപ്പൊ ഓടിയാ പിന്നെ തുടങ്ങാനായിട്ട്. നീ തപ്പി നോക്കണേ. തപ്പി നോക്ക്. നീ തപ്പി നമ്മളിനി നന്ദനെ നിന്റെ കമ്പനികള് എടാ എടുത്തിട്ടുണ്ടെങ്കിൽ തരാൻ പറയടാ. ഇനി എന്റെ അടുത്ത പ്രശ്നം എനിക്ക് വയ്യ. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? ഇങ്ങനെയാണെങ്കിൽ വരൂലായിരുന്നു. ഇതെന്തോന്നു? ആ ലിപ്സ്റ്റിക് അച്ഛാ ഡ്രസ്സിലൊന്നും ഇല്ല. നിന്റെ കഴുത്തി കിടക്കുമായിരുന്നോ മാല? കഴുത്തിലിട്ട് ഞാനായിട്ട് നിന്റെ കഴുത്തിന്ന് ഞാൻ മാല ഊരിയായിരുന്നോ? ഞാൻ ശ്രദ്ധിച്ചില്ല ഇവരുടെ വഴക്കിന്റെ ഇടയിൽ. ഇങ്ങനെ ഊഞ്ഞ് വീണപ്പോ മോളെടുത്താണ്. എന്റെ പൊന്നപ്പൂപ്പ എനിക്ക് എന്തിനാ അവളുടെ മാല? നിങ്ങളാരും കഴുത്ത് സ്വർണ്ണ മാലല്ലോ കിടക്കുന്നത്. എനിക്ക് സ്വർണ്ണം ഇഷ്ടമില്ല. അതുകൊണ്ടാണ് ഞാൻ സ്വർണ്ണം ഇടാത്തത്. എന്നിട്ട് പിന്നെ എന്തിനെടുത്തത്? ഇങ്ങനെ എന്തിനു ചെയ്താ? എന്റെ പൊന്നാന്റി ഞാൻ എടുത്തിട്ടില്ല. വേറെ ആരും ഇവിടെ വന്നില്ലല്ലോ. നന്ദനെ ഒന്നും ചോദിച്ചു. നിങ്ങൾ എങ്ങനെയൊക്കെ പറയുന്നേ? നിങ്ങൾ വിളിച്ചു വരുത്തി അവളുടെ അങ്ങ് എടുത്തത് കൊടുക്കാൻ പറ. പ്രശ്നങ്ങൾ ഉണ്ടാകും. അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പ്രശ്നമില്ല. എടുത്ത് കൊടുക്കാൻ പറ. നമ്മളിനി വീണ് ഞാൻ എടുത്ത പോയാ എന്തിനു അത്യാവശ്യം ഉണ്ടാ? എന്റെ പൊന്നപ്പൂപ്പ ഞാൻ എടുത്തിട്ടില്ല. ഉറപ്പാണോ? അതെ. എന്ത് എന്റെ ദൈവമേ. മോളെന്തിനു ഇറങ്ങി ഓടിയ ഓടി എനിക്ക് ഇവിടെ ഇരുന്നിട്ട് ദേഷ്യം വന്നിട്ട് നിങ്ങൾക്കൊന്നും ഉളുപ്പില്ലേ? വേറൊരാൾ വീട്ടിൽ വന്നിരിക്കുന്ന സമയത്ത് ഇങ്ങനെ സ്വത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞ് തല്ലുണ്ടാക്കുന്നത്. മോശം, വളരെ മോശം. നീ എടുത്തെങ്കിൽ എന്റെ കയ്യിലെങ്കിൽ അത് നമുക്ക് അങ്ങോട്ട് മാറി എടുത്തെങ്കിൽ അമ്മ വിളിക്കാൻ പറ്റുമോ ഇപ്പം? അമ്മയെ വിളിക്കാൻ പറ്റുമോ? ഞാൻ വിളിക്കാം. അമ്മ വന്നിട്ട് തീരുമാനിക്കട്ടെ. അമ്മയുടെ പേരെന്തോന്നു? ടെസി. എടി ഞാൻ എടുത്തിട്ടില്ല. എനിക്ക് വേണ്ട നിന്റെ മാല. എനിക്ക് സ്വർണ്ണ ഇഷ്ടല്ല. നീ അല്ലാതെ വേറെ ആരും ഇല്ലെന്നല്ലേ ഇവരെല്ലാരും പറയില്ല. പിന്നെ ഞാൻ വിശ്വസിക്കൂല എന്റെ അമ്മയും അച്ഛനും പറഞ്ഞു. സ്വർണ്ണ മുതല നീ എടുത്തിട്ടുണ്ടെങ്കിൽ താ. അത് സ്വർണ്ണ മോതിരാണ്. അത് എനിക്ക് എന്റെ കല്യാണത്തിന് വാങ്ങിച്ചു തന്നാണ്. സ്വർണ്ണം ഇട്ട് അത്രയ്ക്ക് ഇഷ്ടമല്ലെന്നല്ലേ പറഞ്ഞത് നിനക്ക്? എനിക്ക് ഇഷ്ടമല്ലാന്ന് വെച്ചിട്ട് വാങ്ങിച്ചു തരുന്ന സാധനം ഞാൻ ഇഷ്ടമല്ലാന്നും പറഞ്ഞ് ഇടാതിരിക്കോ? പണയം വെക്കണം, അല്ലെ വീട്ടിൽ വെക്കണം. ഭയങ്കര കള്ളത്തരം പറിച്ചില്ല കേട്ടോ അമ്മ. എന്തോന്നിപ്പോ പറയാ? അമ്മയുടെ മോളാണോ? ആ ഇതെന്റെ മോളാണ്. എന്റെ മാല എടുത്തു. ഇവിടെ എന്റെ മോളാണിത്.
ഞാൻ അറിയാതെ ഇവിടെ ഒരു function നടത്തി. ബർത്ത്ഡേയുടെ കാര്യം പറ. ആ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതുമായിട്ട് വന്നപ്പോൾ എനിക്കറിയില്ല ഈ കുട്ടി അവളെനിക്കറിയാം. ഈ കുട്ടിയെ വിളിച്ചോണ്ട് വീട്ടിൽ വന്നു. നിങ്ങൾ മോളാ? എൻ്റെ മോളെ മാല കുട്ടി എടുത്തു. ഇവിടെ നിന്ന് ഇറങ്ങി ഓടി. ഞങ്ങൾ അങ്ങനെ എടുക്കുന്ന ഒരു സ്വഭാവം ഇറങ്ങി ഓടി. ആ അപ്പോഴേ എന്റെ സ്വഭാവം മാറ്റിക്കരുത്. നിക്ക് പൊക്കളല്ലേ നിക്ക് പിടിക്കാം പറയും പൊക്കളല്ലേ ഓക്കേടാ പട്ടി. മാറിക്ക്. ഓടിക്കല്ലേ. എന്റെ സ്വഭാവം കേടാ. മോളെ പറയുന്നേക്കടാ. നീ വരുന്നുണ്ടോ? ഇതിൽ നീ ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. മാറിന്നോ. അനിമ പറയട്ടെ. മെൻസ് വേൾഡ് ബാലരാമപുരം ആൻഡ് നെയ്യാറ്റിങ്ങര നൽകുന്ന സമ്മാനം, ഡീപോൾ കാർ ആൻഡ് ബൈക്ക് വാഷ് നൽകുന്ന സമ്മാനം.